അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ആത്മീയമായി മനസ്സുകളെ മുഴുവനും ശുദ്ധീകരിച്ചു. പെരുന്നാളിൻ്റെ സന്തോഷവും കഴിഞ്ഞു. കേരള മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സന്തോഷത്തിൻ്റെ മാസമാണ് വിശുദ്ധമായ ശവ്വാൽ എന്ന് പറയുന്നത്. കേരളക്കരയിൽ അഹ്ലുസുന്നയുടെ പടയോട്ടങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ ഖുതുബുൽ ആലം റഈസു സാഹിദീൻ CM മുഹമ്മദ് അബൂബക്കർ മടവൂർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ആണ്ടുകൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ ശവ്വാൽ മാസം, CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ആരാണെന്ന് അനുഭവിച്ച് അറിഞ്ഞ പണ്ഡിതരുടെ പവിത്രമായ വാക്കുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ ചരിത്രങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അനുഭവസ്ഥരിൽ നിന്ന് ധാരാളം അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ആൾ അദ്ദേഹത്തിൻ്റെ പവർ എത്രത്തോളമുണ്ടോ അതനുസരിച്ചു കൊണ്ടാണ് അയാളിലേക്ക് ആളുകൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടർ, ആ ഡോക്ടർ ചികിത്സിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ശക്തിയുടെ പ്രഭാവം എത്രയുണ്ടോ ആ ഡോക്ടറിലേക്ക് രോഗികൾ കൂടിക്കൂടി വരികയും ആളുകൾ കൂടിക്കൂടി വരികയും ആ ഡോക്ടറോടുള്ള സമീപനങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ഇന്നതുപോലെ വലിയ വലിയ ഔലിയാക്കളുമായി മനുഷ്യന്മാർ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യരുടെ ഖൽബിൻ്റെ ഉള്ളിലുള്ള ഈമാനിൻ്റെ ഒരു അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ കഹ്ഫിലൂടെ ഔലിയാക്കളെ സ്നേഹിച്ച ഒരു നായയുടെ കഥ അള്ളാഹു ലോകർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മിണ്ടാപ്രാണിയായ ഒരു നായ പോലും ഔലിയാക്കളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ പരിശുദ്ധമായ സ്വർഗം കരസ്ഥമാക്കാനുള്ള കാരണമായി ഔലിയാക്കളെ സ്നേഹിച്ച മാർഗമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അതിലൂടെ നമ്മുടെ ഈമാൻ അത് പൂർണ്ണമാവുകയും നമ്മൾ നമ്മുടെ വഴികളെല്ലാം തെളിഞ്ഞ മാർഗത്തിലാവുകയും ചെയ്യും എന്നുള്ള കാര്യം വളരെ സത്യമാണ്. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കപ്പെടുമ്പോൾ മഹാനവറുകളുമായി നേരിട്ട് അനുഭവമുള്ള 2 അനുഭവസ്ഥർ എന്നോട് 2 കഥകളെ പറഞ്ഞു തരികയുണ്ടായി. ഞാൻ പയ്യന്നൂരിനടുത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരാളുണ്ടായിരുന്നു. അയാളുടെ കാല് ശക്തമായ രോഗം കാരണം പൊട്ടി ഒലിക്കുന്ന ഒരു രംഗമുണ്ടായി. പല ഡോക്ടറെയും അദ്ദേഹം കാണിച്ചു, രോഗം മാറുന്നില്ല. വളരെ വിഷമിച്ച് അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സഖാഫിയായ ഒരു പണ്ഡിതൻ, കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം അയാളെ കൊണ്ടുവന്നു മഹാനായ CM വലിയുല്ലാഹിയുമായി അടുപ്പിച്ചു. അന്ന് ബഹുമാനപ്പെട്ടവർ അയാളുടെ രോഗം നോക്കിയിട്ട് പറഞ്ഞു, ഇനി രോഗം വേണ്ട എന്ന്. ആ ഒരൊറ്റ വാക്ക് മാത്രമാണ് അദ്ദേഹം പറയുകയാണ്. പിന്നെ എൻ്റെ രോഗം അത് ഉണങ്ങി അങ്ങ് പോയി. പിന്നെ ഇന്നേ വരെ എനിക്ക് ആ രോഗം വന്നിട്ടില്ല എന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കുറ്റിക്കാട്ടൂരിൽ ഫത്താഹ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ കുറഞ്ഞ കാലം ജോലി ചെയ്തപ്പോൾ അവിടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, സയദി ഉസ്താദ്, വഫാത്തായിപ്പോയി. അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ സയദി ഉസ്താദിനെയും നമ്മളെയും അള്ളാഹു ഇനി ഒരുമിച്ച് കൂട്ടി ഹബീബായ നബി തങ്ങളോടുകൂടെ നിൻ്റെ ലിഖാ കാണാൻ നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണമേ. ബഹുമാനപ്പെട്ട സയദി ഉസ്താദ് ഞങ്ങളുമായി ജോലി ചെയ്യുമ്പോൾ അന്ന് അവിടെയുണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ മാസവും CM മൗലിദ് നടത്തും. അങ്ങനെ ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളെ CM മൗലിദിന് വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എല്ലാ മാസവും CM മൗലിദ് നടത്താനുള്ള പ്രത്യേകമായ വല്ല കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണു നിറച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ കാലിന് ശക്തമായ ഒരു രോഗമുണ്ടായിരുന്നു.
ഷുഗർ വന്ന് പഴുത്ത് ഡോക്ടർമാരെ ഒരുപാട് കാണിച്ചു, അതൊന്നും സുഖപ്പെടുന്നില്ല. വളരെ വിഷമിച്ചു. അതിൽ നിന്ന് ചീഞ്ചലം ഒലിക്കുന്നു. ദുർഗന്ധം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ നേരെ CM വലിയുള്ളാഹിയുടെ അടുക്കലേക്ക് പോയി. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് മന്ത്രിച്ചൂതി, ഇനി ആ രോഗം വേണ്ട എന്ന് എന്നോട് പറഞ്ഞു. ആ രോഗം പിന്നെ എനിക്ക് അതങ്ങ് സുഖപ്പെട്ടു പോയി. പിന്നെ ആ രോഗം എനിക്ക് വരെ വന്നിട്ടില്ല. അന്ന് കാലം തൊട്ട് ഞാൻ മഹാനവറുകളുടെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്ന്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ മാസവും മൗലിദ് ഓതാനുള്ള കാരണം എന്ന് ആ മനുഷ്യൻ ഞങ്ങളോട് പറയുകയാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ, 100 കൂട്ടം ചരിത്രങ്ങൾ മഹാനവറുകളുടെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കേട്ടതാണ്. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് തന്നെ പലപ്പോഴായി പറയുന്നതും അവിടുന്ന് വിവരിക്കുന്ന ചരിത്രങ്ങളും നമ്മളെല്ലാം കേട്ടതാണ്. മർക്കസ് എന്ന് പറയുന്ന ഞങ്ങളെല്ലാം ഇറങ്ങിയ സ്ഥാപനത്തിൻ്റെ ശില്പി ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ് എന്ന് ഉസ്താദിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ മനസ്സിലാക്കിയവർക്കേ അവിടുത്തെ മഹത്വം അറിയുകയുള്ളൂ. മഹത്വം അറിഞ്ഞവർക്കേ അവിടുത്തെ ഖദർ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ ഖദർ മനസ്സിലാക്കിയവർ മഹാനവറുകളുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളും മഹാനായ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ആരാണെന്ന് പഠിക്കുക, അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കുക. ബുദ്ധിശൂന്യതയുടെ ചോദ്യങ്ങൾ ചോദിച്ചു, മഹാന്മാരുടെ കറാമത്തുകളെ മുഴുവനും വികലപ്പെടുത്തുന്ന ബിദ്അത്തിന്റെ പുത്തൻ വാദങ്ങൾ കേട്ട് ഔലിയാക്കളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയാൽ, കുറ്റം പറഞ്ഞാൽ നമ്മുടെ ഈമാൻ അത് നമ്മളിൽ നിന്ന് തെറിച്ചു പോകുമെന്നുള്ള ഒരു സത്യം മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു മഹാനായ CM വലിയുള്ളാഹിയോടുകൂടെ നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്നു മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവെ അവിടുത്തെ മദദ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ട്, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളുമായി വിദേശത്തുള്ളവർ എല്ലാവർക്കും നീ നൽകണേ അല്ലാ. ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിക്ക് അള്ളാഹുവെ നീ ശമനം നൽകണേ അല്ലാ. ഇസ്സത്ത് നീ ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.